എല്ലാവർക്കും എൻ്റെ നമസ്കാരം. കരിയർ പ്രൊഫഷണൽസിൻ്റെ മാനസിക സമ്മർദ്ദം കൂടുമ്പോൾ അതവർക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കാറുണ്ട് എന്ന് നമുക്കറിയാം. ബേൺഔട്ട് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ബേൺഔട്ട് കൊണ്ട് മാനസിക സമ്മർദ്ദം ഉണ്ടാകും. അതേപോലെ തന്നെ നെഗറ്റീവ് തിങ്കിങ് ധാരാളം ഉണ്ടാകുന്നു, ഓവർ തിങ്കിങ് ഉണ്ടാകുന്നു. പലപ്പോഴും അത് ജോലി ചെയ്യുന്നതിൽ നിന്നും ഫോക്കസ് ഇല്ലായ്മയായും അത് പരിണമിക്കാറുണ്ട്. ഇതെല്ലാം നമ്മൾ സാധാരണയായി കാണുന്നതാണ്. ഇങ്ങനെയുള്ള മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാനായി, അതായത് കരിയർ പ്രൊഫഷണൽസിൻ്റെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാനായി നിങ്ങളുടെ വാഗസ് നെർവിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നത് കൊണ്ട് സഹായിക്കും. ഈ വാഗസ് നെർവ് സ്റ്റിമുലേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ശാസ്ത്രീയമായ വിഷയമാണോ എന്ന് ചോദിച്ചാൽ ഒരു പരിധിവരെ ആണ് എന്ന് പറയാനാവുകയുള്ളൂ. പക്ഷേ എന്നാലും ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന മിക്കവാറും എല്ലാ എക്സസൈസുകളും വളരെയധികം ഗുണം ചെയ്യാറുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതിൽ ഞാൻ പറയുന്ന 4-ാമത്തെയും 5-ാമത്തെയും പോയിന്റുകൾ വളരെ പ്രധാനമാണ്. അതും കാണാൻ നിങ്ങൾ ഒരു കാരണവശാലും മറക്കരുത്. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാൻ മറക്കരുത്, ബെൽ ബട്ടൺ അമർത്തുവാൻ മറക്കരുത്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ എഴുതി ചോദിക്കാം. 5 പ്രധാനപ്പെട്ട വാഗസ് നെർവ് എക്സസൈസുകൾ നമുക്ക് അതിലേക്ക് കടക്കാം. ഒന്നാമത്തേതായി വായ അടച്ചു പിടിച്ച് എന്ന് 30 സെക്കൻഡ് മുതൽ 60 സെക്കൻഡ് വരെ ഹമ്മിങ് ചെയ്യുക. ഈ ഹമ്മിങ് എന്ന് പറയുന്നത് ഓം എന്നുള്ള ശബ്ദമായും നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഓം എന്ന് ഉപയോഗിക്കാൻ താല്പര്യമില്ലാത്തവർക്ക് ഹമ്മിങ് ആയും ഉപയോഗിക്കാം. ഇങ്ങനെ 30 മുതൽ 60 സെക്കൻഡ് വരെ തുടർച്ചയായി ഈ ശബ്ദം, ഹമ്മിങ് ശബ്ദം ഉണ്ടാക്കുന്നത് വഴി ഇതിൻ്റെ വൈബ്രേഷൻ നിങ്ങളുടെ തൊണ്ട, നിങ്ങളുടെ നെഞ്ച്, നിങ്ങളുടെ വായ, മൂക്കിൻ്റെ പുറം ഭാഗം, പുറകുവശത്തെ ഭാഗം ഇവയിലെല്ലാം അനുഭവപ്പെടുന്നത് നിങ്ങളുടെ സെൻസറി റിലാക്സേഷന് വളരെയധികം സഹായിക്കും. തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക എന്നുള്ളതാണ് 2-ാമത്തെ പ്രധാനപ്പെട്ട വാഗസ് നെർവ് സ്റ്റിമുലേഷൻ എക്സസൈസ്. ഇതിനായി തണുത്ത വെള്ളമോ അല്ലെങ്കിൽ തണുത്തുറഞ്ഞ വെള്ളമോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ചിൽ വാട്ടർ അതും നിങ്ങൾക്ക് ഉപയോഗിക്കാം. മുഖത്ത് വരുന്ന ഈ ചിൽനെസ് ചിലർക്കെന്നല്ല മിക്കവാറും എല്ലാവർക്കും തന്നെ ഡ്രൈവിംഗ് റിഫ്ലക്സ് എന്ന് പറഞ്ഞൊരു സാധാരണ പ്രതിഭാസം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുകയും പെട്ടെന്ന് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും കാം ആക്കുകയും റിലാക്സ് ആക്കുകയും ചെയ്യും. ദീർഘമായ ശ്വാസോച്ഛ്വാസം ചെയ്യുക എന്നുള്ളതാണ് 3-ാമത്തത്. 3 മുതൽ 4 സെക്കൻഡ് വരെ ഇൻഹേൽ ചെയ്യുക. 1 സെക്കൻഡോ അല്ലെങ്കിൽ 2 സെക്കൻഡോ ഹോൾഡ് ചെയ്യുക. ആദ്യം എടുത്ത 3 മുതൽ 4 സെക്കൻഡ് വരെ ഇൻഹേൽ എന്നുള്ളതിൻ്റെ ഇരട്ടിയായി, അതായത് 3 സെക്കൻഡ് എടുത്തിട്ടുണ്ടെങ്കിൽ 6 സെക്കൻഡ് എക്സൈൽ ചെയ്യുക. 4 സെക്കൻഡ് എടുത്തിട്ടുണ്ടെങ്കിൽ 8 സെക്കൻഡ് എക്സൈൽ ചെയ്യുക. അങ്ങനെ ചെയ്യുന്നത് വളരെ സ്ലോ ആൻഡ് സ്റ്റഡി ആയി ചെയ്യുക. ഇങ്ങനെ ചെയ്യുക വഴിയും നിങ്ങളുടെ വാഗസ് നെർവ് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്നു. തോളുകളുടെയും കഴുത്തിൻ്റെയും സ്ലോ ആയ എക്സസൈസ്. നിങ്ങൾ ജോലി ചെയ്യുന്ന സമയത്ത് സ്ട്രെസ് അനുഭവപ്പെടുകയാണെങ്കിൽ തോളുകൾ പരമാവധി ചെവിയിലേക്ക് ഉയർത്തിപ്പിടിക്കുക. സ്ലോ ആയി താഴേക്ക് റിലീസ് ചെയ്യുക. അതിനുശേഷം 3 തവണ വലത്തോട്ടും ഇടത്തോട്ടും കഴുത്ത് പതിയെ ചലിപ്പിക്കുക. ഇങ്ങനെ 3 തവണ ചെയ്യുക. വീണ്ടും ഷോൾഡർ ചെവിയിലേക്ക് മുട്ടിക്കുക, റിലാക്സ് ചെയ്യുക. വീണ്ടും സ്ലോ ആയി വലത്തോട്ടും ഇടത്തോട്ടും തല ചരിച്ച് ഉള്ള എക്സസൈസ്, വ്യായാമം ചെയ്യുക. ഇത് ചെയ്യുന്നത് വഴി ജോലി സ്ഥലത്ത് നമ്മൾ ഇരുന്ന് ചെയ്യുന്ന ജോലികളിൽ ഈ ഭാഗത്തെ ഷോൾഡർ, ചെസ്റ്റ്, ബാക്ക് ഓഫ് ദി ബോഡി, കഴുത്ത് എന്നിവയിലെ സ്ട്രെസ്സ് കുറയ്ക്കുവാനും മസിൽ സ്ട്രെസ്സ് കുറയ്ക്കുകയും അതുവഴി നമുക്ക് മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാൻ സാധിക്കുകയും ചെയ്യും. റിസോണൻറ്റ് ബ്രീത്തിങ്, റിലാക്സ്ഡ് ബ്രീത്തിങ്, അതുമല്ലെങ്കിൽ സ്ക്വയർ ബ്രീത്തിങ് ആണ് അടുത്ത എക്സസൈസ്. പതിയെ റിതമിക്കായി ഇൻഹലേഷനും എക്സലേഷനും ചെയ്യുക. 3 സെക്കൻഡ് ഇൻഹേൽ ചെയ്യുക, 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, 3 സെക്കൻഡ് എക്സൈൽ ചെയ്യുക, 3 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. ഇനി അതല്ലെങ്കിൽ ഇതിനെ 4-4-4-4 എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതുമല്ലെങ്കിൽ 5-5-5-5 എന്നുള്ള രീതിയിലും നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ജോലി സമയത്ത് ജോലി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്കുണ്ടാകുന്ന മാനസിക സമ്മർദ്ദം ഇതേപോലെ 1 മിനിറ്റ് നേരത്തേക്കോ 2 മിനിറ്റ് നേരത്തേക്കോ ഇടയ്ക്കിടെ ഇത്തരം എക്സസൈസുകൾ, ഈ വീഡിയോയിൽ പറഞ്ഞ ഈ എക്സസൈസുകളിൽ ഏതെങ്കിലും ഒന്നോ അതിലധികമോ
എല്ലാ 1-2 മണിക്കൂർ കൂടുമ്പോഴും കറക്റ്റായിട്ട് ചെയ്യുക വഴി ഓരോ ദിവസത്തെയും നിങ്ങളുടെ മാനസിക സമ്മർദ്ദം വളരെ കൃത്യമായി കുറയ്ക്കുവാനും നിങ്ങളുടെ ദൈനംദിന പ്രക്രിയകളിൽ പ്രൊഡക്ടിവിറ്റി കൂട്ടുവാനും കരിയർ പ്രൊഫഷണൽസിന് വളരെയധികം ഗുണകരമായ രീതിയിൽ ജോലി പ്രോപ്പറായി ചെയ്യുവാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യും. ജോലിയിൽ നല്ല ഫോക്കസ് കിട്ടും. ജോലി നല്ലപോലെ ചെയ്യുവാൻ ഇതെല്ലാം നിങ്ങളെ സഹായിക്കും. ഒരു ബോണസ് പോയിൻ്റായി കരിയർ പ്രൊഫഷണൽസിന് 60 സെക്കൻഡ് ഒരു മെൻ്റൽ റിസെറ്റ് ആയിട്ട് ഉപയോഗിക്കാം. അതിനായി നമ്മൾ ചെയ്യേണ്ടത് ഏതെങ്കിലും ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മീറ്റിങ്ങിന് പോകുന്നതിന് മുമ്പോ അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങളുടെ മാനേജറായിട്ടോ അല്ലെങ്കിൽ നിങ്ങളുടെ ഹയർ അതോറിറ്റിയുമായി ഒരു മീറ്റിംഗ് ഉണ്ട് എന്ന് അങ്ങനെ വല്ലതുമുണ്ടെങ്കിൽ അതിന് പോകുന്നതിന് മുമ്പോ ആ സമയത്തുണ്ടാകുന്ന നമ്മുടെ മാനസിക സമ്മർദ്ദം കുറയ്ക്കുവാനായി 4 സെക്കൻഡ് ഇൻഹെയിൽ ചെയ്യുക, 6 സെക്കൻഡ് പതിയെ എക്സെയിൽ ചെയ്യുക, 5 തവണ ആവർത്തിച്ചതിന് ശേഷം 10 സെക്കൻഡ് ഹമ്മിങ് ചെയ്യുക. ഇത് ഒരു ക്വിക്ക് കാമിങ് റൂട്ടീനായി ഉപയോഗിക്കാം. വീണ്ടും പറയുന്നു, 4 സെക്കൻഡ് ഇൻഹെയിൽ ചെയ്യുക, 6 സെക്കൻഡ് പതിയെ എക്സെയിൽ ചെയ്യുക, ഇത് 3 വട്ടം ആവർത്തിക്കുക, കൂടെ 10 സെക്കൻഡ് നേരത്തേക്ക് എന്നുള്ള ഹമ്മിങ് ചെയ്യുക. ഇതൊരു ക്വിക്ക് കാമിങ് എക്സസൈസായി ഉപയോഗിക്കാം. ഈ വീഡിയോയിൽ പറഞ്ഞ ഈ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതി നിങ്ങൾക്ക് ചോദിക്കാം. ഈ വീഡിയോ ഇത്രയും നേരം കണ്ടതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.